1600കളിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി ലോകമെമ്പാടും സ്വർണം, സുഗന്ധദ്രവ്യങ്ങൾ, പട്ട്, പോർസലൈൻ എന്നിവയുടെ വ്യാപാരത്തിനായി നിരവധി കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് വിപുലമായ ഒരു സമുദ്ര ഓപ്പറേഷൻ സംഘടിപ്പിച്ചു. എന്നിരുന്നാലും ഈ ബൃഹത്തായ ഉദ്യമം ഗണ്യമായ ചിലവുകളോടെയാണ് വന്നത്. അവരുടെ അതിമോഹമായ യാത്രകൾക്ക് പണം കണ്ടെത്തുന്നതിനായി കപ്പലുകളുടെ വരുമാനത്തിന്റെ ഒരു ഭാഗത്തിന് പകരമായി ഈ യാത്രകൾക്ക് പണം നിക്ഷേപിക്കാൻ കഴിയുന്ന സ്വകാര്യ വ്യക്തികളിലേക്ക് കമ്പനി തിരിഞ്ഞു. ഈ സമ്പ്രദായം കമ്പനിയെ കൂടുതൽ മഹത്തായ പര്യവേഷണങ്ങൾ നടത്താൻ പ്രാപ്തമാക്കുക മാത്രമല്ല, കമ്പനിക്കും അതിന്റെ സമർത്ഥരായ നിക്ഷേപകർക്കും ലാഭം വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഭൂഖണ്ഡങ്ങളിലുടനീളം കോഫി ഹൗസുകളിലും ഷിപ്പിംഗ് തുറമുഖങ്ങളിലും ഓഹരികൾ വിറ്റഴിച്ചുകൊണ്ട് ഡച്ച് ഈസ്റ്റ് ഇന്ത്യാ കമ്പനി അറിയാതെ തന്നെ ലോകത്തിലെ ആദ്യ ഓഹരി വിപണിയുടെ തുടക്കത്തിന് തുടക്കമിട്ടു. അതിനുശേഷം വൈവിധ്യമാർന്ന സംഘങ്ങൾക്ക് ഇന്ധനം നൽകുന്നതിന് സന്നദ്ധരായ നിക്ഷേപകരിൽ നിന്ന് ബിസിനസ്സുകൾ സാമ്പത്തിക സഹായം നേടുന്നു. ഇന്നത്തെ കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ജോലികൾ, ടെലിവിഷൻ, യൂട്യൂബ് ചാനലുകൾ എന്നിവയുടെ സങ്കീർണമായ ഒരു സ്ഥാപനമായി പരിണമിച്ചിരിക്കുന്നു. എന്നിരുന്നാലും ആധുനിക സ്റ്റോക്ക് മാർക്കറ്റ് അതിന്റെ യഥാർത്ഥ അവതാരത്തേക്കാൾ വളരെ സങ്കീർണമാണ്. ലാഭകരമായ ബിസിനസ് നടത്തുന്നതിനുള്ള നിങ്ങളുടെ ആത്യന്തിക വഴികാട്ടിയായ വാഴുന്നൂർ ചാനലിലേക്ക് സ്വാഗതം. ഒരു പുതിയ വിവര സാങ്കേതിക കമ്പനി വിപണിയിൽ പ്രവേശിക്കാൻ തീരുമാനിക്കുന്ന ഒരു സാങ്കല്പിക സാഹചര്യം പരിഗണിക്കുക. തുടക്കത്തിൽ കമ്പനി പ്രമുഖ നിക്ഷേപകരിലേക്ക് സ്വയം പ്രൊമോട്ട് ചെയ്യുന്നു. ഈ നിക്ഷേപകർ ബിസിനസ് വാഗ്ദാനമാണെന്ന് കരുതുന്നുവെങ്കിൽ അവർക്ക് നിക്ഷേപിക്കാനുള്ള പ്രാരംഭ അവസരം നൽകുകയും തുടർന്ന് കമ്പനിയുടെ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് (IPO) അംഗീകരിക്കുകയും ചെയ്യുന്നു. ഇത് കമ്പനിയെ പൊതുവിപണിയിലേക്ക് എത്തിക്കുന്നു. ലാഭക്ഷമത മുൻകൂട്ടി കാണുന്ന ഏതൊരു വ്യക്തിയെയും കമ്പനിയെയും ഓഹരികൾ വാങ്ങാൻ അനുവദിക്കുന്നു. ഈ ഓഹരികൾ നിക്ഷേപകർക്ക് കമ്പനിയിൽ ഭാഗിക ഉടമസ്ഥാവകാശം നൽകുന്നു. അവർ നിക്ഷേപം കമ്പനിയുടെ വിപുലീകരണത്തെ സഹായിക്കുന്നു. അത് കൂടുതൽ വിജയം കൈവരിക്കുമ്പോൾ കൂടുതൽ സാധ്യതയുള്ള വാങ്ങുന്നവർ അതിന്റെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് നിക്ഷേപം ആരംഭിക്കും. ഈ സ്റ്റോക്കുകളുടെ ആവശ്യം ഉയരുന്നതനുസരിച്ച് അവയുടെ മൂല്യവും വർദ്ധിക്കുന്നു. അതുവഴി സാധ്യതയുള്ള വാങ്ങുന്നവർക്കുള്ള ചെലവ് വർദ്ധിപ്പിക്കുകയും വ്യക്തികൾ ഇതിനകം കൈവശം വച്ചിരിക്കുന്ന സ്റ്റോക്കുകളുടെ മൂല്യം ഉയർത്തുകയും ചെയ്യുന്നു. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം ഉയർന്ന താൽപ്പര്യം പുതിയ സംരംഭങ്ങൾക്ക് ധനസഹായം നൽകുന്നു. അതേസമയം അതിന്റെ കാഴ്ചപ്പാടിനെ പിന്തുണയ്ക്കുന്ന പിന്തുണക്കാരുടെ എണ്ണം പ്രദർശിപ്പിക്കുന്നതിലൂടെ അതിന്റെ മൊത്തത്തിലുള്ള വിപണി മൂല്യം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. നേരെ മറിച്ച് ഒരു കമ്പനിയുടെ ലാഭസാധ്യതകൾ കുറയുകയാണെങ്കിൽ വിപരീതം സംഭവിക്കാം. ഓഹരി മൂല്യം കുറയുമെന്ന് പ്രതീക്ഷിക്കുന്ന നിക്ഷേപകർ കമ്പനിയുടെ മൂല്യം ഇനിയും കുറയുന്നതിന് മുമ്പ് ലാഭം പ്രതീക്ഷിച്ച് അവരുടെ ഓഹരികൾ വിറ്റേക്കാം. സ്റ്റോക്കുകൾ വിറ്റഴിക്കപ്പെടുകയും ഡിമാൻഡ് കുറയുകയും ചെയ്യുമ്പോൾ സ്റ്റോക്ക് വില കുറയുകയും പിന്നീട് കമ്പനിയുടെ വിപണി മൂല്യം കുറയുകയും ചെയ്യുന്നു. ഈ ഏറ്റക്കുറച്ചിലുകൾ ഘടകങ്ങളുടെ ഒരു നിരയെ സ്വാധീനിക്കുന്നു. വിതരണവും ഡിമാൻഡും തമ്മിൽ സന്തുലിതാവസ്ഥ സൃഷ്ടിക്കുന്നു. വേരിയബിൾ മെറ്റീരിയൽ വിലകൾ, സാങ്കേതികവിദ്യയിലെ ഷിഫ്റ്റുകൾ, തൊഴിൽ ചെലവുകൾ തുടങ്ങിയ വിപണി ശക്തികൾ കമ്പനികളെ അനിവാര്യമായും ബാധിക്കുന്നു. നേതൃമാറ്റം, നെഗറ്റീവ് പബ്ലിസിറ്റി അല്ലെങ്കിൽ നിയമനിർമ്മാണ ഭേദഗതികൾ, വ്യാപാര നയങ്ങൾ എന്നിവ പോലുള്ള വിശാലമായ ഘടകങ്ങളെക്കുറിച്ചുള്ള ആശങ്കകൾ നിക്ഷേപകർക്ക് ഉണ്ടായിരിക്കാം. കൂടാതെ നിക്ഷേപകർ വ്യക്തിഗത താൽപ്പര്യങ്ങൾ പിന്തുടരുന്നതിന് മൂല്യവത്തായ ഓഹരികൾ വിൽക്കാൻ തിരഞ്ഞെടുത്തേക്കാം. ഈ അനേകം വേരിയബിളുകൾ ദൈനംദിന മാർക്കറ്റ് ശബ്ദത്തിന് സംഭാവന നൽകുന്നു, പലപ്പോഴും കമ്പനികളെ കൂടുതലോ കുറവോ അഭിവൃദ്ധിയുള്ളവരായി ചിത്രീകരിക്കുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ മൂല്യം ഇടയ്ക്കിടെ നഷ്ടപ്പെടുന്നത് നിക്ഷേപകരെ നഷ്ടപ്പെടുത്തുന്നതിനും അതിന്റെ ഫലമായി യഥാർത്ഥ മൂല്യത്തിനും കാരണമാകുന്നു. കമ്പോളത്തിലുള്ള മനുഷ്യന്റെ വിശ്വാസത്തിന് സാമ്പത്തിക കുതിച്ചുചാട്ടങ്ങളും സാമ്പത്തിക പ്രതിസന്ധികളും ഒരുപോലെ ഉണർത്താനുള്ള കഴിവുണ്ട്. വലിയ സമ്പത്ത് വേഗത്തിൽ സമ്പാദിക്കാനുള്ള ശ്രമങ്ങളെക്കാൾ വിശ്വസനീയമായ ദീർഘകാല നിക്ഷേപ തന്ത്രങ്ങൾ കൂടുതൽ ഉചിതമാണ്. പ്രവചനാതീതമായ ഈ സംവിധാനത്തിനുള്ളിൽ തങ്ങളുടെ വിജയസാധ്യത വർദ്ധിപ്പിക്കുന്നതിനുള്ള ഉപകരണങ്ങൾ പ്രൊഫഷണലുകൾ സ്ഥിരമായി രൂപപ്പെടുത്തുന്നത് ശ്രദ്ധേയമാണ്. പ്രധാനമായും ഓഹരി വിപണി സമ്പന്നർക്കും സ്വാധീനമുള്ളവർക്കും മാത്രമുള്ളതല്ല. ഇന്റർനെറ്റിന്റെ ആവിർഭാവത്തോടെ സാധാരണ വ്യക്തികൾക്ക് വൻകിട നിക്ഷേപകർക്ക് സമാനമായ രീതികൾ ഉപയോഗിച്ച് ഓഹരികൾ വാങ്ങാൻ കഴിയും. കൂടുതൽ ആളുകൾ ഈ സങ്കീർണമായ മേഖലയെക്കുറിച്ച് സ്വയം ബോധവത്കരിക്കുമ്പോൾ അവർക്കും ഓഹരികൾ വ്യാപാരം ചെയ്യാനും അവർ വിശ്വസിക്കുന്ന സംരംഭങ്ങളെ ശക്തിപ്പെടുത്താനും അവരുടെ സാമ്പത്തിക അഭിലാഷങ്ങൾ പിന്തുടരാനും കഴിയും. ഒരു നിക്ഷേപകനാകുക എന്നതാണ് പ്രാഥമിക ഘട്ടം.